നമുക്കിന്ന് വൈകുന്നേരത്തെ ചായക്ക് കടി മക്രോണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മക്രോണി ഒന്ന് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് സമയത്തേക്കൊന്ന് ഇട്ടു നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ആ സമയത്ത് തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെന്ത് വരുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി, ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരല്പം ചിക്കൻ മസാല, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 സ്പൂണ് ചിക്കൻ്റെ ഗ്രേവി കേട്ടോ. ഉച്ചക്ക് വെച്ച് ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കറി മാത്രം പീസ് എടുത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ബീഫോ ചിക്കനോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന ആ സമയം കൊണ്ട്, ഹൈ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മക്രോണി കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് എരിവും ഉപ്പും ഒക്കെ പാകത്തിനാണ് നമുക്കൊന്ന് നോക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പ സമയം ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ചൂടൊന്ന് തട്ടിച്ച് നമുക്ക് അതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ വിതറി കഴിഞ്ഞാൽ നമ്മുടെ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയ മക്രോണി റെഡി ആയിട്ടോ. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണിയാണ്.